കമ്പോള മുതലാളിത്തത്തിന്റെ മാന്ത്രിക സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടെന്ന് കോവിഡ് മഹാമാരി തെളിയിച്ചതായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതാണ് പോയ വാരം ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്ന്. സംവാദത്തിനും ഐക്യത്തിനും പ്രാധാന്യം നൽകുന്ന, യുദ്ധത്തെ തിരസ്കരിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് ലോകത്തിന് ആവശ്യമെന്നും മാർപ്പാപ്പ പറഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനത്തിൽ പുറത്തിറക്കിയ എല്ലാവരും സോദരർ എന്ന ചാക്രിക ലേഖനത്തിലാണ് കോവിഡിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചത്. യുദ്ധത്തെ നിയമാനുസൃതമായ പ്രതിരോധ മാർഗമായി ന്യായീകരിക്കുന്ന കത്തോലിക്ക സഭയുടെ സിദ്ധാന്തം കാലഹരണപ്പെട്ടുവെന്നും മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. ക്യൂബൻ വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോ മുൻപാകെ ഒരിക്കൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അമേരിക്കയുമായുള്ള ക്യൂബയുടെ ബന്ധം മെച്ചപ്പെടുന്നത് എപ്പോഴെന്നായിരുന്നു ആ ചോദ്യം. അമേരിക്കയ്ക്ക് കറുത്ത നിറക്കാരനായ ഒരു പ്രസിഡന്റ് ഉണ്ടാവുകയും വത്തിക്കാനിൽ ലാറ്റിൻ അമേരിക്കക്കാരനായ ഒരു മാർപ്പാപ്പ വരികയും ചെയ്യുമ്പോൾ എന്നായിരുന്നു അന്ന് ക്യൂബൻ പ്രസിഡന്റ് കൂടിയായിരുന്ന കാസ്ട്രോയുടെ മറുപടി. പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാസ്ട്രോയുടെ ആ ഉത്തരം പിന്നീട് ബരാക് ഒബാമയിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെയും യാഥാർത്ഥ്യമായി. എന്നാൽ അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോഴും അന്ന് ഫിദൽ കാസ്ട്രോയെ കൊണ്ട് അങ്ങനെയൊരു ഉത്തരം പറയിപ്പിച്ച യുക്തി ശരിയായിരുന്നുവെന്ന് അർജന്റീനക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനവും സാമൂഹ്യ സംവിധാനങ്ങളും വഴി ഫിദലിന്റെ കൊച്ചു ക്യൂബ കോവിഡിനെ പ്രതിരോധിച്ചു നിർത്തുകയും അമേരിക്കയടക്കമുള്ള വൻ സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾ മഹാമാരിക്ക് മുന്നിൽ കീഴടങ്ങുകയും ചെയ്യുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യൂബയിലെ മിടുക്കരായ ഡോക്ടർമാരാണ് ലോകത്തെ പലയിടത്തുമുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടത്. എല്ലാ സാമൂഹ്യ സംവിധാനങ്ങളുടെയും അടിസ്ഥാനം മനുഷ്യത്വമായിരിക്കണം, അല്ലാതെ പണമായിരിക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതിന് ഇതിൽ കൂടുതൽ ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. ഇതാദ്യമായിട്ടൊന്നുമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ മുതലാളിത്തത്തിന് എതിരായ നിലപാട് വ്യക്തമാക്കുന്നത്. വാങ്ങുക, വിൽക്കുക, ലാഭമുണ്ടാക്കുക എന്നതിനപ്പുറം മുതലാളിത്തത്തിൽ മനുഷ്യത്വത്തിന് ഒരു സ്ഥാനവുമില്ലെന്ന് അദ്ദേഹം പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അതൊന്നുകൂടി ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു എന്നു മാത്രം. കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഒരു വൃദ്ധൻ തെരുവിൽ മരിച്ചു വീണാൽ അത് വാർത്തയല്ല. എന്നാൽ ഓഹരിക്കമ്പോളത്തിൽ സൂചിക 2 പോയിന്റ് പിന്നോട്ടു പോയാൽ അത് വലിയ വാർത്തയാകുന്ന പ്രതിഭാസത്തിലെ വൈരുദ്ധ്യം മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആഗോളവൽക്കരണ മുതലാളിത്ത സാമ്പത്തിക നയമാണ് ഇന്ന് ലോകം നേരിടുന്ന വെല്ലുവിളിയെന്ന് 2014 ചാക്രിക ലേഖനത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. ഈ സമ്പദ് വ്യവസ്ഥ നമുക്ക് വേണ്ടെന്നും അതുപേക്ഷിക്കണമെന്നും അന്നും അദ്ദേഹം ലോകത്തോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. കടുത്ത ദാരിദ്ര്യം മൂലം ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയ ചരിത്രമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? താനും ഒരു അഭയാർത്ഥിയായിരുന്നുവെന്ന് ചെറുപ്പത്തിലെ ദുരിത ജീവിതം ഓർത്തെടുത്ത് പറയാറുള്ള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അഭയാർത്ഥികൾക്ക് മുൻപിൽ വാതിലടയ്ക്കുന്നവൻ ക്രിസ്ത്യാനിയല്ലെന്ന് എപ്പോഴും വിശ്വാസികളെ ഓർമ്മിപ്പിക്കാറുണ്ട്. കമ്പോള മുതലാളിത്തത്തിന്റെ മാന്ത്രിക സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ജീവിത പോരാട്ടങ്ങളിൽ കാലിടറിയവരും അരികെ ചേർക്കപ്പെട്ടവരുമായ മനുഷ്യരെ ഉൾക്കൊള്ളാനും അവർക്ക് താങ്ങാകാനും കഴിയുന്ന ഒരു ലോകം നമുക്ക് പടുത്തുയർത്താനാകണം. നാം ഓരോരുത്തർക്കും അതിന് തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനത്തിൽ പുറത്തിറക്കിയ എല്ലാവരും സോദരർ എന്നർത്ഥം വരുന്ന ഫ്രെത്തേത്തി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ശതകോടികളെ പട്ടിണി കീഴടക്കുമ്പോൾ സമാന്തരമായി അതിസമ്പന്നരുടെ ഒരു ദന്തഗോപുരം പണിയപ്പെടുന്നത് എത്ര അപഹാസ്യമാണെന്ന് മാർപ്പാപ്പയെപ്പോലെ തിരിച്ചറിയുന്ന മറ്റൊരാളില്ല തന്നെ. മുതലാളിത്തത്തിനെതിരെ മാത്രമല്ല, യുദ്ധങ്ങളെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. യുദ്ധത്തെ നിയമാനുസൃതമായ പ്രതിരോധ മാർഗമായി ന്യായീകരിക്കുന്ന കത്തോലിക്ക സഭയുടെ സിദ്ധാന്തം കാലഹരണപ്പെട്ടുവെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. നൂറ്റാണ്ടുകളായി അത് ലോകവ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു വരുന്നതാണ്. ഇപ്പോൾ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. നീതിപൂർവമുള്ള യുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചിരുന്ന യുക്ത്യാധിഷ്ഠിത അളവുകോലുകൾ ഇന്ന് പ്രയോഗിക്കുക പ്രയാസമാണെന്ന് അസന്നിഗ്ധമായി
ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നു. മനുഷ്യരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാനായി നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥാപനങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന തന്റെ വിശ്വാസം മഹാമാരി ബലപ്പെടുത്തിയതായും മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. മൂലധനം കേന്ദ്രീകരിച്ചുള്ളതല്ല, മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള ലോകമാണ് പടുത്തുയർത്തപ്പെടേണ്ടത്. മനുഷ്യത്വമായിരിക്കണം ആ ലോകത്തിന്റെ അടിസ്ഥാന പ്രമാണമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനാണ് പറയുന്നത്. മാറ്റങ്ങളുടെ, പുരോഗമന മൂല്യങ്ങളുടെ മാർപ്പാപ്പയായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുന്നത്. ലാളിത്യത്തിന്റെ പര്യായം, വൈദിക ബ്രഹ്മചര്യം, സ്ത്രീകളുടെ പൗരോഹിത്യം, കൃത്രിമ ജനന നിയന്ത്രണം, ഭ്രൂണഹത്യ, സ്വവർഗ വിവാഹം തുടങ്ങിയ വിഷയങ്ങളിലെ സഭയുടേതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ കൊണ്ട് എന്നും ശ്രദ്ധേയനായ മാർപ്പാപ്പ യുദ്ധങ്ങൾ, കുടിയേറ്റ പ്രതിസന്ധി, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി ഇനിയും ഒട്ടേറെ വിഷയങ്ങളിൽ കടുത്ത പുരോഗമന നിലപാടുകളുള്ള മാർപ്പാപ്പ 1282 വർഷത്തിനു ശേഷം യൂറോപ്പിന് പുറത്തുനിന്നൊരാൾ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നേരിയ മാറ്റങ്ങളൊക്കെ ലോകം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അടിസ്ഥാനപരമായി അത്യന്തം യാഥാസ്ഥിതികമായ മാമൂലുകളാൽ തളയ്ക്കപ്പെട്ട, സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനത്തിന്റെ തലപ്പത്തിരുന്ന് ഇത്രയൊക്കെ പറയാനും ചെയ്യാനും കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാൻ വകയില്ല. എന്നാൽ പ്രതീക്ഷാനിർഭരമാം വിധം ആ സംവിധാനത്തെ നയിക്കാൻ കഴിവുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച ഹോസെ മാരിയോ ബെർഗോഗ്ലിയോയെ ലോകം അത്ഭുതാദരങ്ങളോടെയാണ് വീക്ഷിക്കുന്നത്. പൗരോഹിത്യ ചരിത്രത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനം മുൻഗാമികളിൽ നിന്ന് എത്രയോ ഉയരെയായിരിക്കും. ഉറപ്പ്.